നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷിക്കുന്നവരുണ്ടാവും മണ്ണിടാനൊക്കെ ആയിട്ട്. ഷിയാസ് കരീമിന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് എന്തോ പുറത്തു വന്നെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മറുനാടൻ മലയാളിക്കകത്ത് കണ്ടൊരു വാർത്തയുടെ ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ ഇട്ടത്. ഞാൻ പൂർണ്ണമായിട്ടുള്ളത് ഇടാം. അപ്പോൾ ഈ ഒരു വിഷയത്തിന് ശേഷം ഷിയാസ് കരീം ഒരു സ്ത്രീയെ ഈ പറയുന്ന കൊണ്ട് അവരുടെ നഗ്നത വെളിവാക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ അവരെ കാശ് ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പലരും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് എന്തോ മറ്റേ എന്താ പറയുക, പീഡനം അങ്ങനെയല്ല. ഇതിനകത്ത് അവർ കേസിൽ വ്യക്തമായിട്ട് നമുക്ക് എടുത്താൽ മനസ്സിലാക്കും. അവർ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമ്മതമില്ലാതെ പീഡിപ്പിച്ചു അങ്ങനെയൊന്നുമുള്ള സാധനമല്ല. അത് നമ്മൾ വ്യക്തമാക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതായത് സമ്മതപ്രകാരം തന്നെ നടന്നൊരു പ്രോസസ്സിന് ശേഷം പിന്നീട് അവർ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ പറയുന്നത് പോലെ അവരെ എന്താ പറയുക, അവരുടെ വീഡിയോ മറ്റോ എടുത്തിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുള്ള രീതിയിലാണ് വാർത്ത പോയിരിക്കുന്നത്, അല്ലെങ്കിൽ കേസ് പോയിരിക്കുന്നത്. പലരും വിചാരിക്കുന്നത് വേറെ രീതിയിലാണ്. പക്ഷെ അതങ്ങനല്ല. എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഷിയാസ് കരീം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വളരെ ധൈര്യത്തോടെ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതോ, ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളുടെ ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടി. കാരണം ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടി എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. അതായത് ഇപ്പൊ കേസ് നിൽക്കല്ല, എനിക്ക് എഫ്ഐആർ പറയില്ല. ഇത് ഞാനൊരു ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളിൽ നിന്നും ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളോട് യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു, എന്റെ പെങ്കേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് പൈസ അങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പ് ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ ഞാൻ അവരത് കൂടുതൽ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേര് കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവർ എന്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ആളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുന്നത്, ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാണ്. എന്ത് പ്രശ്നം വന്നാൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. ഷിയാസ് കരീം പറഞ്ഞിരിക്കുന്നത്, ഈ സ്ത്രീ ഷിയാസ് കരീമിന്റെ വീട്ടിൽ ബന്ധുക്കടയിൽ നിന്നൊക്കെ കുറച്ച് സ്വർണം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് പല തവണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാശ് അങ്ങോട്ടും കൊടുക്കാൻ മേടിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ശല്യം തുടർന്ന സമയത്ത് ഷിയാസ് കരീം ഫസ്റ്റിലെ ഒരു കേസ് കൊടുത്തു എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. അപ്പൊ ഷിയാസ് കരീം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ എന്നാൽ FIR ഇട്ടോ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയില്ല. എന്നാൽ ഷിയാസ് കരീം കൊടുത്ത പരാതി നിലവിൽ കോടതിയിലുണ്ട് ഈ പരാതിക്കാരിയായ സ്ത്രീക്കെതിരെ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഷിയാസ് കരീം ഇപ്പൊ വരുന്ന ഈ പരാതി വരുന്ന സ്ത്രീക്കെതിരെ മുൻപേ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് ബദലായിട്ട് ഷിയാസിനെ കൊടുക്കാനായിട്ടാണ് ഈ പെൺപിള്ള ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് ഷിയാസ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ മറുനാടൻ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടു. ഇതെന്തൊക്കെയോ ലീക്കായി ഇതുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ആദ്യം കാണിച്ചത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. ഇത് പ്ലേ ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുകൂടെ ആ വോയിസ് ക്ലിപ്പിന്റെ ഒരു ഭാഗം കൂടെ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. എന്തായാലും അയക്കി 10 ഒരുമിച്ചിട്ടാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് കൂടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2 വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ 20 ലക്ഷം രൂപ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ. ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെയുള്ളൂ. അത് ഓക്കെ ആവും എന്ന് മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരിയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. എന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരി കൂട്ടി ഒന്ന് ഫിറ്റും ഇച്ചിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിനെ കുറച്ച് അഡ്വാൻസ് കൊടുക്കണം. ഓക്കെ, ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ വലിക്കാൻ പറ്റും ATM-ൽ നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് തണലായിട്ടും. അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്ര തന്നെ. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷിക്കുന്നവരുണ്ടാവും മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും. അത്ര മതി.
എനിക്ക് ഇത് കണ്ടിട്ട് ഒരു ഒരാളെ ചൂഷണം ചെയ്യുന്നോട്ട് എനിക്കും തോന്നുന്നില്ല. ഒരു സുഹൃത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ പരിചയക്കാരൻ്റെ അടുത്തോ കാശ് മേടിക്കൂട്ടോ എനിക്ക് തോന്നുള്ളൂ. പക്ഷെ മറുനാടൻ പറയുന്നത് എന്തോ വലിയ ടാക്സ് വെട്ടിക്കാൻ കാശ് മേടിച്ചു. ഇപ്പൊ ഞാനാണെ പോലും 10 ലക്ഷം രൂപ അടുത്തുനിന്ന് കടം മേടിക്കുമ്പോൾ ഒറ്റ അടിക്കുമ്പോൾ അക്കൗണ്ടിൽ തരല്ലേ, ഇത് നമുക്ക് കാശായിട്ട് തരണേ, അല്ലെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല, ടാക്സിന്റെ പ്രശ്നം വരും, അക്കൗണ്ടിൽ കയറി ഇറങ്ങിയാൽ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ആയിരിക്കും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് നോർമലി ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതൊക്കെ ടാക്സ് വെട്ടിക്കാനായിട്ട് കുറച്ച് കാശ് 5 ലക്ഷം അക്കൗണ്ടിൽ തരണ്ട, ടാക്സിന്റെ കാശ് വേറെ മേടിച്ചു എന്നൊക്കെ ഈ മറുനാടൻ ഇത് വളയ്ക്കാൻ ഭയങ്കര മെയിനാണ് പുള്ളിക്കാരൻ. ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കേട്ട് നോക്കാം. ഇതിൽ ഓപ്പോസിറ്റ് ഉള്ള വോയിസിന്റെ ആളെ ഇതിൽ സംസാരിക്കുന്നുണ്ട്, അതില്ല. ഷിയാസ് കരീം മാത്രം സംസാരിച്ചു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ വോയിസ് എന്താ, കാക്ക ഒത്തിക്കൊണ്ടു പോയോ, അതെന്താ ഇടാത്തത്? ആ ഭാഗത്ത് അവരെന്താ സംസാരിച്ചത്, എന്താ കേൾപ്പിക്കാത്തത്? അല്ലെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഷിയാസ് മാത്രം സംസാരിക്കുന്ന കാര്യം ഇടുന്നത്, അത് എവിടുത്തെ രീതിയാണ്? പച്ച മലയാളത്തിൽ പറയുന്നത്. അതെ, ആ പരിപാടി കാണിക്കരുത്. അവരിട്ട വോയിസ് എന്താണ് അതുകൂടെ അവിടെ കാണിക്കണം. അല്ലാത്ത ഷിയാസിന്റെ മാത്രം വോയിസ് എടുത്തിടരുത്. ഇവിടെ ഷിയാസിന്റെ മാത്രം വോയിസ് കേൾക്കുമ്പോൾ ഒരു സുഹൃത്തിന്റെ അടുത്ത് എനിക്ക് ജിമ്മ് തുടങ്ങാൻ ഇത്ര ലക്ഷം രൂപ വേണം, അതെനിക്ക് അക്കൗണ്ടിൽ തരണേ, ഇല്ലെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടാക്സ് പിടിക്കും, അതുകൊണ്ട് കയ്യിൽ തരണേ എന്നൊക്കെയാ പറയുന്നത്. ഇതിനകത്ത് ചൂഷണം ചെയ്യുന്നതായിട്ടോ പിടിച്ചു മേടിക്കുന്നതായിട്ടോ തന്നില്ലെങ്കിൽ കാലി വാരി താഴെടിക്കുന്നു ഇതിൽ പറയുന്നില്ല. ഇതിനിപ്പോൾ വേറെ ആരെങ്കിലും വോയിസ് കൊണ്ടുവന്ന് ഇട്ടാണെന്നും അറിയത്തില്ല, വേറെ വോയിസുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യും, നമുക്ക് അതെടുത്ത് പരിശോധിക്കാം. ഇപ്പം എന്തായാലും മറന്നാനിട്ടിരിക്കുന്ന വോയിസ് തന്നെ ഇതിനകത്ത് ഇട്ട വോയിസ് വന്ന് ലീക്കായി എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്ന വോയിസ് ആണ്. അതിപ്പോൾ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ഇട്. സ്മെൽ ഓഫ് വെട്ടിയിട്ടാലും പൊട്ടി മുളക്കണം.